അന്ന് കാണുമ്പോൾ ഈ ഗ്ലാമർ തന്നെയാണ്, ഇപ്പോഴും ഈ ഗ്ലാമർ അങ്ങനെയൊന്നുമില്ല. അതെല്ലാം പഠിച്ചവൻ ഓരോരുത്തർ ഇത് നിലനിർത്തി തരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും. അല്ല, ഞാൻ വർഷങ്ങളോളം റെഡിമെയ്ഡ് ഷോപ്പിൽ ജോലി ചെയ്തതാണ്. അപ്പോൾ ഓരോരുത്തർക്ക് എന്ത് ചേരും എന്ന് ഞാൻ എൻ്റെ ഷോപ്പിൻ്റെ കച്ചവടം മാത്രമായിരുന്നില്ല അന്ന് നോക്കിയത്. ഞാൻ എൻ്റെ ഷോപ്പിലേക്ക്, ഞാൻ ജോലിക്കാരനാണ്, എൻ്റെ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ജോലി ചെയ്ത ഷോപ്പ്. അവിടെ ഒരാൾ ഡ്രസ്സ് എടുക്കാൻ വരുമ്പോൾ അയാളെ മനസ്സിൽ അയാൾ ഏറ്റവും സുന്ദരനായിട്ട് പോകണം. അപ്പോൾ എൻ്റെ കച്ചവടം മാത്രമായിരുന്നില്ല ഒരു തൊഴിലാളി എന്ന നിലയ്ക്ക് എൻ്റെ നിലപാട്. ആ വരുന്ന മനുഷ്യന് അത് വില കുറഞ്ഞ സാധനം എടുക്കാൻ വന്നാലും നല്ല വിലൻ്റെ സാധനം എടുക്കാൻ വന്നാലും ഞാൻ അവരോട് പറയും, നിങ്ങളെ ഇഷ്ടങ്ങൾ ആദ്യം നിങ്ങൾ പറയും, പക്ഷെ നിങ്ങൾക്ക് ചേരുന്ന എന്താണെന്നുള്ളത് ഞാൻ പറയും. അവരേറ്റവും നന്നായിട്ട് ചേരുന്ന ഡ്രസ്സാണ് ഞാൻ എടുത്തത്. കാരണം അവർ വരുന്നത് എന്തിനാണ്? ഞാനിപ്പോൾ ഒരു ഷോപ്പിൽ എവിടെയെങ്കിലും പോയാൽ എന്നെ ഇത് നല്ല സാധനമാണ്, അതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി ചിലപ്പോൾ എന്നേക്കാൾ കൂടുതൽ പർച്ചേസ് ചെയ്യാൻ പോയാൽ ഷോപ്പിൻ്റെ ആൾക്കാർ പറയും. പക്ഷെ എനിക്ക് ചേരുന്ന എന്താണ്? ചിലപ്പോൾ ഈ പാറ്റേൺ വേറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. എൻ്റെ മനസ്സിന് സംതൃപ്തി കുറച്ച് കളർഫുള്ളും അങ്ങനെയുള്ള പണ്ടേ മീഡിയയിൽ വരുന്നതിന് മുമ്പേ ഞാൻ അങ്ങനെ, അല്ലാതെ ഞാൻ വില നോക്കാറില്ല. പിന്നെ വലിയ പൈസൻ്റെ സാധനം എടുക്കാറില്ല. കാരണം ഞാൻ ഒരു ഷോന് ഒരു 10 ഷോന് ഇട്ട് കഴിഞ്ഞാൽ 11ാമത്തെ ഷോന് ഇതിടുമ്പോൾ കമൻറ്റ് വരും, അല്ല ഇത് തന്നെയുള്ളൂ. അതുകൊണ്ട് തന്നെ അതിൽ മാത്രമേ കുറച്ച് അഹങ്കാരം കാണിക്കാറുള്ളൂ. അഹങ്കാരം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, മീഡിയൻ്റെ മുമ്പിൽ നിൽക്കേണ്ടതുണ്ട്. പണ്ടൊക്കെ ഒരു ഷർട്ട് 2-3 കൊല്ലമൊക്കെ ഇടാറുണ്ട്. ഇന്നും അങ്ങനെ ഇടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഓരോ വേദികൾ മാറി വരുമ്പോൾ എല്ലാത്തിലും ഒരേ ഫോട്ടോയിൽ ഒരേ ഡ്രസ്സ് വരണ്ടെന്ന് വെച്ചാൽ അതിന് കുറച്ച് ശ്രദ്ധ കൊടുക്കുന്നു. അല്ലാതെ ഏറ്റവും വില കുറഞ്ഞത് ഞാൻ അന്ന് എടുക്കാറുള്ളൂ. ഞാൻ വന്ന വഴി വർക്കാത്ത ആളാണ്. ഇതൊന്നും ഇങ്ങനെ നടക്കാൻ പറ്റാത്തൊരു കാലമുണ്ട്. ഇപ്പോൾ പണ്ടൊരു ഷർട്ടൊക്കെ എടുക്കണമെങ്കിൽ കൊതിക്കും, പൈസ കൂട്ടി വെക്കും. ഇന്ന് പഠിച്ചവൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളൊക്കെ ഒരു തിരക്കുള്ള ആർട്ടിസ്റ്റായി മാറ്റിയതിൻ്റെ ശേഷം എന്നാലും ഞാൻ ശ്രദ്ധിക്കും, വലിയ പൈസ ഒന്നും എടുക്കാറില്ല. എന്തായാലും